ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സായി സങ്കല്പം സത്യസങ്കല്പം. അബ്ദുൾ റസാഖ് ബാബു റാവു കോർബു മുസ്ലിം സമുദായത്തിൽ ജനനം. മഹാരാഷ്ട്രയാണ് ജന്മദേശം. അച്ഛൻ തയ്യൽക്കാരൻ. അബ്ദുളിന്റെ 2-ാം വയസ്സിൽ അച്ഛൻ മരിച്ചു. പിന്നീട് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയത്. അവർ വീട്ടുവേലയ്ക്ക് പോകും. ശ്രദ്ധിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അബ്ദുൾ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ വളർന്നു. അടുത്ത വീട്ടിലെ കുട്ടികളുമായി അവൻ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് നാട്ടുകാർ കൂടി തീരുമാനിച്ച് അവനെ സ്കൂളിൽ കൊണ്ടാക്കി. വിശപ്പ് വരുമ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് കടലയും ശർക്കരയും എടുത്തു തിന്നും. അതുമൂലം കച്ചവടക്കാരിൽ നിന്ന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ ധീരനായിരുന്നു. ഒരു ദുരന്തത്തിലും വിഷമിച്ചില്ല, കരഞ്ഞില്ല, എല്ലാറ്റിനെയും നേരിട്ടു. ഭാഗ്യത്തിന് ഹെഡ് മാസ്റ്റർക്ക് അവനെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിക്കാനുള്ള താല്പര്യം അവനിൽ ഉണർത്തി. അബ്ദുൾ നന്നായി പഠിച്ചു, 1-ാം സ്ഥാനം കിട്ടി. പക്ഷേ അവനെ ആരും അഭിനന്ദിച്ചില്ല, അനുമോദിച്ചുമില്ല. രാത്രിയിൽ തിയേറ്ററിൽ പോയി ടിക്കറ്റ് മുറിച്ചു കൊടുക്കും. പിന്നീട് ആ പണം കൊണ്ട് പുസ്തകം വാങ്ങി പഠിക്കും. ഒടുവിൽ ബിരുദം നേടി. ഇതിനിടയിൽ ധാരാളം വായിച്ചു. സത്യസായി ബാബ, ജിദ്ദു കൃഷ്ണമൂർത്തി, രജനീഷ് തുടങ്ങിയവരുടെ ഉപദേശവും ജീവിത ചരിതവും വായിച്ചു. ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത് ബാബയെ കുറിച്ചുള്ളവയായിരുന്നു. ബാബ മാജിക്കുകാരൻ എന്ന് അബ്ദുളിന് തോന്നി. കാലം മുന്നോട്ട് പോയി. അബ്ദുൾ 2 വിവാഹം കഴിച്ചു. മുസ്ലിം ആണെങ്കിലും പള്ളിയിൽ പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. 1977-ൽ ഭഗവാൻ ബാബയെ ദർശിക്കാൻ ആദ്യ അവസരം കിട്ടി. ആ ദർശനം തന്നിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്ന് അബ്ദുളിന് തോന്നി. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? എന്തിന് ഇത്രയും ആളുകൾ കാണാൻ വരുന്നു? ഇത്തരം ചിന്തകൾ ഉയർന്നു. ദർശനം കഴിഞ്ഞു. സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ട് സ്വാമി മടങ്ങിയപ്പോൾ പുറത്തിറങ്ങി വലിച്ചു. അപ്പോൾ മറ്റൊരു ചിന്ത ഉയർന്നു. ആയിരക്കണക്കിന് ആളുകൾ സായിബാബയെ ഇഷ്ടപ്പെടുന്നു. എനിക്ക് മാത്രം എന്തേ അങ്ങനെ തോന്നിയില്ല? ഇത്രയും ആളുകൾ വിഡ്ഢികളാണ് എന്ന് കരുതുന്നത് ശരിയല്ലല്ലോ. ഇതിൽ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും, അബ്ദുൾ ചിന്തിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പർത്തിയിൽ വരണമെന്ന ആഗ്രഹം തോന്നി. വന്നു, കണ്ടു. സ്വാമി അദ്ദേഹത്തിന്റെ അടുത്തെത്തി. അദ്ദേഹം താൻ പോലും അറിയാതെ ആ തൃപ്പാദത്തിൽ സ്പർശിച്ചു. പിന്നീട് ശിരസ് മുട്ടിച്ചു. ഭഗവാന്റെ തിരുമൊഴികൾ അബ്ദുളിന്റെ മിഴികളുമായി മുട്ടി. തന്നിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് പോലെ അബ്ദുളിന് തോന്നി. അദ്ദേഹം കണ്ണടച്ച് ഇരുന്നു പോയി. ഏറെ നേരം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ സ്വാമി കസേരയിൽ ഇരിക്കുന്നു. തന്റെ ശരീരത്തിന് കനം കുറഞ്ഞതുപോലെ, മനസ്സ് തിരയടങ്ങിയ കടൽ പോലെ. തിരിച്ച് വീട്ടിലെത്തി. ആഹാരം കഴിച്ചിട്ട് ഒരു സ്വാദും തോന്നിയില്ല. എല്ലാം സ്വപ്നം പോലെ അനുഭവപ്പെട്ടു. അന്ന് അബ്ദുൾ സുഖമായി ഉറങ്ങി. പിന്നീട് പലപ്പോഴും പോയി അവിടെ സേവയിൽ പങ്കെടുത്തു. ഇതിനിടയിൽ സ്വാമിയുടെ കോളേജിൽ നിയമം പഠിപ്പിക്കാൻ ആളെ അന്വേഷിക്കുന്ന പരസ്യം പർത്തിയിൽ കണ്ടു. അബ്ദുൾ അപേക്ഷിച്ചു. അതിനുശേഷമാണ് അറിഞ്ഞത് ഓക്സ്ഫോർഡ്, കാലിഫോർണിയ തുടങ്ങി സർവകലാശാലയിൽ നിന്നും ധാരാളം അപേക്ഷകൾ വന്നിരിക്കുന്നു. ഏകദേശം 18,000 അപേക്ഷകൾ. ഉള്ളത് ഒരു സീറ്റും. ഇത്രയും മഹാമിടുക്കന്മാരുടെ ഇടയിൽ താൻ അപേക്ഷിച്ചത് തന്നെ മണ്ടത്തരമായി എന്ന് തോന്നി. അങ്ങനെ ഇരിക്കെ ഇന്റർവ്യൂ കാർഡ് വന്നു. അബ്ദുള്ള അന്തം വിട്ടുപോയി. ഇന്റർവ്യൂവിന് താൻ എങ്ങനെ യോഗ്യനായി എന്ന് ചിന്തിച്ച് അഭിമുഖം കഴിഞ്ഞു. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വിസ്മയം അടക്കാനാവാതെ അദ്ദേഹം അന്നത്തെ സർവകലാശാല രജിസ്ട്രാർ ചക്രവർത്തിയോട് തിരക്കി. എങ്ങനെയാണ് സാർ എന്നെ തിരഞ്ഞെടുത്തത്? ലാഘവത്വത്തോടെ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ വന്നു, ആയിരക്കണക്കിന് കവറിൽ നിന്നും ഒരു കവർ എടുത്ത് ഞങ്ങൾക്ക് തന്നു, അത്ര തന്നെ. സർവജ്ഞനായ സ്വാമിക്ക് തിരഞ്ഞെടുക്കാൻ എന്തിനു മറ്റു വഴികൾ? അബ്ദുൾ സായി സർവകലാശാലയിലെ അധ്യാപകനായി ചേർന്നു. 1 വർഷം കഴിഞ്ഞു. ഒരു ദിവസം വൈസ് ചാൻസലർ ഗോഖക് അദ്ദേഹത്തെ വിളിച്ചു. നിങ്ങൾ നുണ പറഞ്ഞല്ലേ ജോലി വാങ്ങിയത്? ദേഷ്യത്തോടെ അദ്ദേഹം തിരക്കി. അബ്ദുൾ മൗനം പൂണ്ടിരുന്നതേയുള്ളൂ. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. ഉത്തരം പറയാൻ ശ്രമിച്ചു. പക്ഷേ ഗോഖക് സമ്മതിച്ചില്ല. ഒരു ന്യായീകരണവും വേണ്ട. സ്വാമിയാണ് പറഞ്ഞത് നിങ്ങൾ അപേക്ഷയിൽ എഴുതിയിരുന്നത് തെറ്റാണെന്ന്. നിങ്ങൾ ധനവാനാണ്, അതുകൊണ്ട് ശമ്പളം വേണ്ട എന്നൊക്കെയല്ലേ അപേക്ഷയിൽ എഴുതിയിരുന്നത്. ഞങ്ങൾ അത് സത്യമെന്ന് കരുതി. ഇന്നലെ സ്വാമി പറഞ്ഞു നിങ്ങൾ കടം വാങ്ങിയ പണം കൊണ്ടാണ് പഠിപ്പിക്കാൻ വരുന്നതെന്ന്. നിങ്ങളുടെ കുടിശ്ശിക മുഴുവൻ കൊടുക്കാനും ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. സ്നേഹത്തോടെ, അതേസമയം ഗൗരവത്തോടെ അദ്ദേഹം ഉപദേശിച്ചു. ആ നിമിഷം സ്വാമിയുടെ പ്രേമവും സാമീപ്യവും അബ്ദുൾ അനുഭവിച്ചറിയുകയായിരുന്നു. സ്വാമിയുടെ കോളേജിൽ ജോലി കിട്ടാൻ വേണ്ടിയാണ് അന്ന് അങ്ങനെയൊക്കെ എഴുതിയത്. തന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ക്ലേശം അവിടുന്ന് അറിഞ്ഞിരിക്കുന്നു, പരിഹരിച്ചിരിക്കുന്നു.
ഒരിക്കൽ സ്വാമി അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഭഗവാനെ കണ്ടതും അബ്ദുൾ റസാഖ് കരയുവാൻ തുടങ്ങി. ഇങ്ങോട്ട് നോക്കൂ, സ്വാമി പറഞ്ഞു. അദ്ദേഹം തലയുയർത്തി നോക്കി. സ്വാമി അഭയഹസ്തം ഉയർത്തി നിൽക്കുന്നു. സ്വാമി വിഭൂതി സൃഷ്ടിച്ചു കൊടുത്തു. കഴിക്കുക, നിനക്ക് ആശ്വാസം കിട്ടും. എന്താണ് നിന്റെ പേര്? അബ്ദുൾ റസാഖ്. എന്താണ് അബ്ദുൾ എന്നാൽ? ഭക്തൻ. റസാഖ് എന്നാലോ? അദ്ദേഹം പരിങ്ങി. സ്വാമി പറഞ്ഞു, റസാഖ് എന്നാൽ അല്ലാഹു എന്നർത്ഥം, അതായത് രക്ഷകൻ. നീ വിഷമിക്കരുത്, നിനക്ക് രക്ഷകനായി ഞാനുണ്ട്. അതോടെ അബ്ദുള്ളിന് ഭഗവാനുമായുള്ള ഹൃദയബന്ധം ശക്തമായി. ദിവസങ്ങൾ ആനന്ദമയമായി പോയിക്കൊണ്ടിരുന്നു. ഭഗവാനെ കുറിച്ച് വളരെ ആഴത്തിൽ അറിയാമെങ്കിലും അബ്ദുള്ളിന് ഒരു സംശയമുണ്ടായിരുന്നു. സ്വാമിയുടെ സൃഷ്ടിയെക്കുറിച്ചാണ് സംശയം. ഇതെല്ലാം എന്തോ സൂത്രപ്പണി എന്ന് തന്നെ അദ്ദേഹം കരുതി. ഭക്തന്മാരെ സന്തോഷിപ്പിക്കുവാനും വിശ്വാസം ഉറപ്പിക്കാനുമുള്ള ഒരു തന്ത്രം. ഭഗവാനാകട്ടെ മൗനം പാലിച്ചു. ഒരിക്കൽ ഇന്റർവ്യൂ വേളയിൽ ഭഗവാൻ കുസൃതി ചിരിയോടെ ചോദിച്ചു, നിനക്ക് എന്റെ സൃഷ്ടി കാര്യങ്ങളിൽ സംശയമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വസ്തുക്കൾ സൃഷ്ടിക്കുകയാണെന്നത് നീ വിശ്വസിക്കുന്നില്ല. എന്തോ സൂത്രമെന്ന് നീ കരുതുന്നു. നിന്റെ തുറന്ന പ്രകൃതം ഞാൻ ഇഷ്ടപ്പെടുന്നു. നീ ഇന്നേ വരെയും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു വരം തരുന്നു. ചോദിക്കൂ. ഇപ്പോൾ ഈ നിമിഷം അത് ഞാൻ നിനക്ക് സമ്മാനിക്കാം. ആവശ്യത്തിന് സമയമെടുത്ത് ചോദിച്ചാൽ മതി. ആലോചിക്കാനായി ചെറിയൊരു ഇടവേള സ്വാമി നൽകി. അബ്ദുള്ള ആലോചിച്ചിട്ട് ചോദിച്ചു, സ്വാമി, പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന എന്റെ മതത്തെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്ന് എനിക്ക് നൽകിയാലും? സ്വാമി പുഞ്ചിരിയോടെ ചോദിച്ചു, അബ്ദുൾ, എനിക്ക് സാധിക്കാത്ത എന്തോ ഒന്ന് നീ ചോദിച്ചു എന്നല്ലേ നിന്റെ ധാരണ? ഭഗവാൻ തൃക്കരം അബ്ദുള്ളിന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു, എന്റെ കൈകളുടെ അകത്തോ പുറത്തോ എന്തെങ്കിലും ഉണ്ടോ? സ്വാമി കൈമുട്ട് വരെ ഉടുപ്പ് കയറ്റിക്കൊണ്ട് തുടർന്നു, നീ സ്പർശിച്ചു നോക്കൂ, ഉറപ്പിക്കൂ. മടിച്ചു നിന്ന അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ച് സ്വാമി തന്റെ കൈകളിൽ ഒഴിഞ്ഞു. അതിനുശേഷം തൃക്കരം അബ്ദുളിന് മുന്നിൽ നിവർത്തിപ്പിടിച്ചു. എന്റെ കരമധ്യത്തിലേക്ക് നോക്കിക്കൊള്ളൂ. നീ ആഗ്രഹിച്ചത് അവിടെ ഇപ്പോൾ രൂപപ്പെടും. ഏതാനും നിമിഷം കഴിഞ്ഞു. ഭഗവാന്റെ കരമധ്യത്തിൽ ഒരു പിളർപ്പ് കാണപ്പെട്ടു. അതിനുള്ളിൽ നിന്നും ഒരു ഉജ്ജ്വല പ്രകാശം. പിന്നീട് പ്രകാശം കട്ടപിടിച്ച് വൃത്താകൃതിയിലുള്ള എന്തോ ഒന്നായി മാറി. അതാ തിളങ്ങുന്ന വലിപ്പമുള്ള ഒരു സ്വർണ്ണ മോതിരം. സ്വാമി പറഞ്ഞു, നീ അതെടുത്ത് എനിക്ക് തരിക. അദ്ദേഹം അനുസരിച്ചു. സ്വാമി മോതിരം വാങ്ങി തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മോതിരം നീ സൂക്ഷിച്ചു നോക്കൂ. നീ പറഞ്ഞതെല്ലാം അതിലുണ്ട്. അതിലൊരു ചന്ദ്രക്കലയും നക്ഷത്രവും സ്വർണത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്നു. അബ്ദുൾ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സ്വാമി അരുളി, ഈ മോതിരത്തിന് 8 വശമുണ്ട്. കൂടാതെ നവരത്നവും. അത് രണ്ടും പ്രപഞ്ച പ്രതീകം. നവരത്നത്തിന്റെ മധ്യത്തിൽ ഇസ്ലാം ചിഹ്നമായ ചന്ദ്രക്കലയും നക്ഷത്രവും. അത് മരതക കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ അതിലെവിടെയാണ് ഇസ്ലാം മതം എന്ന് മാത്രം അബ്ദുള്ളിന് മനസ്സിലായില്ല. പച്ചക്കല്ല് ചൂണ്ടി സ്വാമി പറഞ്ഞു, അത് നിന്റെ മതമാണ്. ഇനി ഞാൻ ഈ മോതിരം നിന്റെ ഇടത്ത് കൈയിലെ 4-ാം വിരലിൽ ഇടാം. കാരണം നിന്റെ വലതു കൈ വികലമാണല്ലോ. വലതു കൈ വിരൽ വികലമാണല്ലോ. അത് കേട്ട് അബ്ദുൾ ഞെട്ടിപ്പോയി. സ്വാമിക്ക് തന്റെ ശരീരം അംഗപ്രത്യംഗം അറിയാമെന്ന് അദ്ദേഹം അപ്പോൾ അറിഞ്ഞു. ഭഗവാൻ അണിയിച്ച മോതിരവുമായി അദ്ദേഹം ആനന്ദത്തോടെ പുറത്തിറങ്ങി. പലരും അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന മോതിരം ശ്രദ്ധിച്ചു. ഇത്ര മനോഹരമായ ഒരു സൃഷ്ടി കണ്ടിട്ടില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മീശയും താടിയും വളർത്തിയ ഒരു അമേരിക്കക്കാരനായ ഭക്തനും അരികിൽ വന്നു മോതിരത്തിൽ ഉറ്റുനോക്കി. പിന്നെ അബ്ദുളിന്റെ മോതിരമണിഞ്ഞ വിരൽ തന്റെ നെഞ്ചത്ത് ചേർത്തു പിടിച്ചു പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ആ താടിക്കാരൻ തുറന്നു, ഞാൻ മുസ്ലിമാണ്. അങ്ങ് മുസ്ലിം അല്ലേ? അതെങ്ങനെ താങ്കൾ അറിഞ്ഞു? അബ്ദുൾ അതിശയത്തോടെ ചോദിച്ചു. ഇതിലെ പച്ചരത്നത്തിൽ അറബിയിൽ എഴുതിയിരിക്കുന്നത് അല്ലാഹു എന്നാണ്, അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് സ്വാമി പറഞ്ഞ കാര്യം അബ്ദുളിന് മനസ്സിലായത്. 1982 ഡിസംബർ അബ്ദുള്ളിന്റെ ജീവിതത്തിൽ മഹത്തായ ഒരു സംഭവം നടന്ന കാലം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഭഗവാൻ ദർശനത്തിനെത്തി. ദർശനം കഴിഞ്ഞ് മടങ്ങവേ ഭഗവാൻ അബ്ദുള്ളിനോട് പറഞ്ഞു, ഇനി വരുമ്പോൾ നിന്റെ ഭാര്യയെ കൊണ്ടുവരിക. സ്വാമി നടന്നു നീങ്ങാൻ തുടങ്ങി. അബ്ദുൾ ആകെ സംശയത്തിലായി. തനിക്ക് 2 ഭാര്യയുണ്ട്. ഇതിൽ ആരെയാണ് കൊണ്ടുവരേണ്ടത്? 2 ഭാര്യയുണ്ടെന്ന് സ്വാമിക്ക് അറിയുമോ? എല്ലാവരും കേൾക്കെ ചോദിക്കുന്നത് എങ്ങനെ? സ്വാമി എങ്ങനെ പ്രതികരിക്കും? ഈ വിധ
ചിന്തകളാൽ അതുൽ വല്ലാതെയായി. അല്പം മുന്നോട്ട് പോയ ഭഗവാൻ പിന്തിരിഞ്ഞെത്തി. പിന്നെ കുനിഞ്ഞ് അതുലിന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, രണ്ടാമത്തെ ഭാര്യ. ഭഗവാൻ അന്തര്യാമിയാണെന്ന് ഇതിൽ കൂടുതൽ എന്തിന് തെളിവ്? അതുൽ വീട്ടിലെത്തി. രണ്ടാമത്തെ ഭാര്യയാണ് നസീമ. വിവാഹം കഴിഞ്ഞ് 8 വർഷമായി. അവർക്ക് മക്കൾ ഉണ്ടായില്ല. കുട്ടികൾ ഉണ്ടാകില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. നസീമ തികഞ്ഞ ഇസ്ലാം മതവിശ്വാസി. എന്നും ഖുർആൻ വായിക്കും, ഏറെ നേരം പ്രാർത്ഥിക്കും. അവർക്ക് തന്റെ ബാബാ പ്രേമം അത്ര രുചിച്ചിട്ടില്ല. പക്ഷെ എതിരൊന്നും പറഞ്ഞിട്ടുമില്ല. പുട്ടവർത്തിയിലേക്ക് വിളിച്ചാൽ വരാൻ മടി കാണിക്കും. കലങ്ങി മറിഞ്ഞ മനസ്സുമായി അതുൽ വീട്ടിലെത്തി. അടുത്ത മാസം പർത്തിക്ക് പോകണം. ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അതിനു മുമ്പ് നസീമയുടെ അനുവാദവും വാങ്ങണം. അദ്ദേഹം വളരെ പ്രേമപൂർവ്വം നസീമയോട് പറഞ്ഞു, അടുത്ത മാസം നമുക്ക് ഒരുമിച്ച് ബാബയെ കാണാൻ പോകാം. നസീമ വീറോടെ മറുപടി പറഞ്ഞു, ഞാനോ? അവിടെ വരികയോ? എന്തിന്? അതും വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലത്ത്. എനിക്ക് ആ മഹാപാപം ചെയ്ത നരകത്തിൽ പോകണമെന്നില്ല. അബ്ദുൾ പ്രതീക്ഷിച്ചതായിരുന്നു ഈ മറുപടി. ഖുറാനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അബ്ദുള്ളിന് അത് നന്നായിട്ട് അറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ പുട്ടവർത്തിയിൽ വന്നാൽ മതി. സായിബാബയെ നമസ്കരിക്കണ്ട, പാദത്തിൽ തൊടണ്ട. നമ്മുടെ വിശ്വാസപ്രകാരം ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കേണ്ടതല്ലേ? നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഹദീസ് ഉദ്ധരിക്കണ്ട, നസീമ പറഞ്ഞു. ഒടുവിൽ നിവൃത്തിയില്ലാതെ അബ്ദുൽ പറഞ്ഞു, സായിബാബ നിന്നെ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ആ വാക്കുകൾ നസീമയിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കി. അവൾ പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു വ്യവസ്ഥ പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ ആരെയും നമസ്കരിക്കില്ല, ആരുടെയും കാലും പിടിക്കില്ല. അബ്ദുൽ മനസാ സ്വാമിയോട് ക്ഷമ പറഞ്ഞു. അതൊക്കെ നിന്റെ ഇഷ്ടം. അങ്ങനെ അവർ പർത്തിയിലെത്തി. ദർശനത്തിന് ഇരുന്നു. പുരുഷന്മാരുടെ അടുത്ത് വന്ന് അബ്ദുലിനെ നോക്കി കുസൃതിച്ചിരിയോടെ സ്വാമി അരുളി, നിന്റെ ഭാര്യ വന്നത് ഞാൻ അറിഞ്ഞു. അബ്ദുലിന്റെ മിഴികൾ നിറഞ്ഞു. ഭഗവാൻ ഇന്റർവ്യൂവിന് വിളിച്ചു. അഭിമുഖമുറിയിൽ സ്വാമിയും നസീമയും അബ്ദുള്ളും മാത്രം. നിസ്കരിക്കാൻ ഇരിക്കുന്നത് പോലെ നസീമ അവിടെ ഇരുന്നു. തല ഉയർത്തി സ്വാമിയെ നോക്കുക പോലും ചെയ്തില്ല. അബ്ദുൾ ഭഗവാന്റെ കസേരയുടെ അടുത്ത് ചേർന്നിരുന്നു. പാദങ്ങളിൽ തൊട്ടു തൊഴുതു. അബ്ദുൾ പറഞ്ഞു, സ്വാമി, നസീമയ്ക്ക് ഇംഗ്ലീഷ്. അദ്ദേഹം പറയുന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ സ്വാമി പറഞ്ഞു, നീ കൂടുതൽ സംസാരിക്കുന്നു. ഇന്ന് അവളുടെ ദിവസമാണ്. അതിനുശേഷം ഭഗവാൻ തേനോലും വിധം വിളിച്ചു, മേരി ബച്ചി, നിനക്ക് സുഖമാണോ? കുഞ്ഞേ എന്നുള്ള വിളി നസീമയെ ആകെ ഉലച്ചു. നസീമ പറഞ്ഞു, സുഖമാണ്. നിനക്ക് എത്ര കുട്ടികളുണ്ട്? സ്വാമി തിരക്കി. 4, 3 ആണും 1 പെണ്ണും. ആ ഉത്തരം കേട്ട് അബ്ദുൾ വല്ലാതായി. നസീമയ്ക്ക് മക്കളില്ലല്ലോ. ഭഗവാൻ വീണ്ടും തിരക്കി. അവർ എന്തു ചെയ്യുന്നു? അവർ പഠിക്കുന്നു. എനിക്ക് സന്തോഷമായി, ഭഗവാൻ അരുളി. അബ്ദുൾ ആകെ വിഷമത്തിലായിരുന്നു. കാരണം നസീമയ്ക്ക് മക്കളില്ല. ആദ്യ ഭാര്യയിലെ മക്കളെ അവർ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിരുന്നു. മക്കൾക്കും നസീമയെ സ്വന്തം അമ്മയേക്കാൾ പ്രിയമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞതിലും തെറ്റില്ല. പക്ഷെ സ്വാമിക്ക് ഈ സത്യം അറിയില്ലല്ലോ എന്ന് കരുതി അബ്ദുൾ വിഷണ്ണനായി. സ്വാമി അബ്ദുളിനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഒന്നുമില്ല സ്വാമി, അദ്ദേഹം പറഞ്ഞു. സ്വാമി വീണ്ടും നസീമയെ നോക്കി. താഴേക്ക് നോക്കി 2 കൈകളും മടിയിൽ വെച്ച് നസീമ ഇരിക്കുകയായിരുന്നു. സ്വാമിയെ നോക്കുന്നേയില്ല. ഭഗവാന്റെ കാരുണ്യ ദൃഷ്ടി നസീമയിൽ പതിഞ്ഞു. ആ തിരുനാവിൽ നിന്നും പ്രേമപൂർവം 2 വാക്കുകൾ പുറത്തു വന്നു, മേരി ബച്ചി. ആ വിളിയിലെ ഭാവത്താൽ നസീമയ്ക്ക് തല ഉയർത്താതിരിക്കാനായില്ല. അവൾ തലയുയർത്തി. ഭഗവാന്റെ മിഴികൾ നസീമയുടെ മിഴികളിൽ പതിഞ്ഞു. ആ നിമിഷം അവൾ വല്ലാതായി. അതീവ കാരുണ്യത്തോടെ സ്വാമി ചോദിച്ചു, എന്താ, നിനക്ക് നിന്റേതായി ഒരു കുഞ്ഞു വേണ്ടേ? ആ ചോദ്യത്തെ നേരിടാൻ അവൾക്കായില്ല. ദുഃഖം അണപൊട്ടി, ശരീരം വിറച്ചു. നസീമയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. ആരോ എടുത്തെറിയും പോലെ നസീമ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണു. പൊട്ടി പൊട്ടി കരഞ്ഞു. താൻ ആ തിരുസന്നിധിയിൽ ഒരു തുറന്ന പുസ്തകമാണെന്ന് അവൾ അറിഞ്ഞു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. ഭഗവാൻ ശാന്തമായി നിലകൊണ്ടു. ഭഗവാന്റെ അങ്കി കൊണ്ട് തന്നെ അവൾ കണ്ണീർ തുടച്ചു. നിശബ്ദത. നസീമയുടെ എങ്ങലടികൾ മാത്രം കേൾക്കാം. അബ്ദുൾ റസാഖ് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. ഭഗവാൻ അരുളി, അവൾ കരയട്ടെ. കരഞ്ഞ് കരഞ്ഞ് അവളുടെ ദുഃഖമെല്ലാം ഈ പാദങ്ങളിൽ ദഹിപ്പിക്കട്ടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ കാറ് പെയ്തൊഴിഞ്ഞ ആകാശം പോലെ നസീമ ശാന്തയായി. അവൾ പ്രാർത്ഥനാഭാവത്തോടെ ഭഗവാനെ നോക്കി. ഭഗവാൻ
തിരുവിരൽ അവൾക്ക് നേരെ ചൂണ്ടി അരുളി, ഈ നിമിഷം മുതൽ ഇവൾ ഗർഭിണിയാണ്. ദേശീയ പ്രാധാന്യമുള്ള ഒരു ദിവസം അവൾ ഒരു പുത്രന് ജന്മം കൊടുക്കും. ഞാൻ അവന് പേരിടും. അതുൽ പരിഭ്രമത്തോടെ പറഞ്ഞു, സ്വാമി, ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന്. ആ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഭഗവാൻ ഉറച്ച ശബ്ദത്തിൽ അരുളി, ഏത് ഡോക്ടർ? ഡോക്ടർമാരുടെ ഡോക്ടറാണ് ഞാൻ. അതുലിന് പിന്നൊന്നും മിണ്ടാനായില്ല. സ്വാമി എഴുന്നേറ്റു വിഭൂതി സൃഷ്ടിച്ചു കൊടുത്തു. ഇത് എന്റെ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കൂ. അതുൽ ആ വിഭൂതി വാങ്ങി നസീമയ്ക്ക് നൽകി. അവൾ അത് കഴിച്ചു. അവർ തിരിച്ച് യാത്രയായി. ആ യാത്രയിൽ ഇരുവരും തങ്ങളുടേതായ ലോകത്തിൽ സ്വാമിക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. ഇരുവർക്കും പരസ്പരം ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അബ്ദുൾ ഭാര്യയെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അവൾ ഗർഭിണിയായിരിക്കുന്നു. അവരുടെ കുടുംബ ഡോക്ടർ അന്തം വിട്ടുപോയി. ഇന്നലെ വരെ ഗർഭിണിയല്ലാതിരുന്ന നസീമ എങ്ങനെ ഒരു ദിവസം കൊണ്ട് ഗർഭിണിയായി? ഏതായാലും വൈദ്യശാസ്ത്രപരമായി ഗർഭം അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ സ്വാമിയുടെ ഭക്ത കൂടിയായ ഡോക്ടർ പറഞ്ഞു, ഇത് ആരോടും ഇപ്പോൾ പറയണ്ട, കുഞ്ഞ് ജനിക്കട്ടെ എന്നിട്ട് പറഞ്ഞാൽ പോരെ? ഡോക്ടർക്ക് ഉറപ്പ് കിട്ടുന്നില്ല. അബ്ദുൽ പറഞ്ഞു, ഞാൻ ഇതെല്ലാവരോടും പറയും. സ്വാമിയുടെ വാക്ക് സത്യമായേ തീരൂ. ഇനി ഇത് ശരിയായില്ലെങ്കിൽ സ്വാമി പറയുന്നതിലൊന്നും കാര്യമില്ല എന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. അബ്ദുലിന് ഭഗവാന്റെ വാക്കുകളിൽ അത്ര വിശ്വാസമായിരുന്നു. പിറ്റേ വർഷം നസീമയെ സിസേറിയൻ ചെയ്തു. രക്തം കിട്ടാതെ ബുദ്ധിമുട്ടിയെങ്കിലും ഒരു തുള്ളി രക്തത്തിന്റെ ആവശ്യം പോലും വേണ്ടി വന്നില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനെ ഗാന്ധി ജയന്തി നാളിൽ അവർക്ക് ഒരു ആൺകുഞ്ഞുണ്ടായി. ഭഗവാൻ ആ കുഞ്ഞിന് പേരിട്ടു സായി ഭിക്ഷ്. ഭഗവാൻ പറഞ്ഞ പ്രകാരം വീണ്ടും അവർക്ക് ഒരു കുഞ്ഞുകൂടി ഉണ്ടായി. സായി കലാം എന്ന് ആ കുട്ടിക്ക് ഭഗവാൻ തന്നെ പേരിട്ടു. ഇങ്ങനെ എത്രയെത്രയോ അനുഭവങ്ങളിലൂടെ റസാഖും കുടുംബവും കടന്നുപോയി. അദ്ദേഹത്തിന്റെ ജീവിതം ആധ്യാത്മിക അനുഭൂതിയുടെ ഒരു കലവറ തന്നെയായിരുന്നു. ഒരിക്കൽ ഭഗവാൻ അവരുടെ ജോലിക്കാരിയെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഏറെ സമയം ഭഗവാൻ അവരോട് സംസാരിച്ചു. അന്ന് വലിയൊരു സത്യം അബ്ദുൽ മനസ്സിലാക്കി. ജോലിക്കാരിയും ഉടമയും എന്ന വ്യത്യാസം ഭഗവാൻ ഇല്ല. സ്വാമിക്ക് ഭക്തന്മാർ മാത്രമേ ഉള്ളൂ. ഉച്ചനീചത്വങ്ങൾ ഉള്ളത് മനുഷ്യർക്ക്. ഈശ്വരന് എല്ലാവരും അരിമ മക്കൾ. ആശ്രയിച്ചവന് മുന്നിൽ ഏത് രൂപവും ഭാവവും ഭഗവാൻ സ്വീകരിക്കും. പ്രേമം അതൊന്നു മതി. പഞ്ചമഹാമൂല്യങ്ങൾ സ്വായത്തമാക്കൂ. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ. പ്രേമം മാത്രം ശീലിച്ചാൽ മതി. സമസ്ത ഗുണങ്ങളും സ്വന്തമാകും. കാരണം പ്രേമപൂർവമുള്ള വാക്കാണ് സത്യം. പ്രേമപൂർവമുള്ള പ്രവൃത്തിയാണ് ധർമ്മം. പ്രേമപൂർവം ധർമ്മം ആചരിച്ചാൽ ശാന്തിയായി. പ്രേമപൂർവം മറ്റുള്ളവരെ അറിയുന്നത് അഹിംസ. സത്യമാണ് നമ്മുടെ ലക്ഷ്യം. ധർമ്മമാണ് അതിനുള്ള മാർഗം. ധർമ്മത്തിൽ പുരോഗമിക്കുമ്പോൾ ശാന്തി നമുക്ക് ലഭിക്കും. ലക്ഷ്യത്തിലെത്തിയാൽ ഉള്ള അനുഭവമാണ് പ്രേമം. പ്രേമാനുഭവമുള്ളവന്റെ ശീലമാണ് അഹിംസ. ഓം തത് സത്ത്.